കേരളത്തിലെ പോളിടെക്നിക്കുകളിൽ ഇന്നലെ തെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ കളമശ്ശേരി വനിതാ പോളിടെക്നിക്കിൽ KSU പാനൽ ജയിച്ചു. ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചത് വൈഗ എന്ന പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഈ തെരഞ്ഞെടുപ്പ് ജയിച്ച ശേഷം ആഹ്ലാദ പ്രകടനവുമായി റോഡിലൂടെ പോകുമ്പോൾ തൊട്ടെതിരെ അച്ഛൻ ജിനുനാഥ് ബസ്സിൽ വരികയാണ്. ആ അച്ഛനും മോളും തമ്മിലുള്ള ആ ഒരു വൈകാരിക നിമിഷമായിരുന്നു, ആ ആഹ്ലാദ പ്രകടനമായിരുന്നു. ഇന്ന് കോൺഗ്രസ് നേതാക്കളുടെ എല്ലാം ഫേസ്ബുക്ക് പേജുകളിൽ ഈ ചിത്രങ്ങൾ സജീവമാണ്. വൈഗ, ഇന്നലത്തെ ആ ഒരു നിമിഷം അത് അപ്രതീക്ഷിതമായിരുന്നല്ലേ? അപ്രതീക്ഷിതമായിരുന്നു. എത്ര മണിയോടെയായിരുന്നു സംഭവിക്കുന്നത്? 5:30 ടൈമൊക്കെ. അച്ഛൻ വിളിച്ചിരുന്നോ? അച്ഛൻ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് എടുക്കാനും എന്താ പറയാ ഒന്നും പറ്റണ്ടായില്ല, കാരണം നമ്മൾ സന്തോഷത്തിലായിരുന്നല്ലോ. അപ്പം പെട്ടെന്നായിരുന്നു അച്ഛനെ കണ്ടത്. അച്ഛനെ കണ്ട ഒരു നിമിഷം അതെങ്ങനെയായിരുന്നു? അത് ഞാൻ പെട്ടെന്ന് കണ്ടു. അപ്പം അച്ഛൻ്റെ ബസ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ വെറുതെ റോഡിലേക്ക് നോക്കിയത്. അപ്പം അച്ഛൻ ഓൾറെഡി ഹോണും ലൈറ്റ്സൊക്കെ ഇതായിട്ട് വരികയായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലായിരുന്നു. അപ്പം ഇവരൊക്കെ വിചാരിച്ച് ഞാൻ ബസ്സിൽ കയറി പോകാൻ പോകാമെന്നല്ലായിരുന്നു. പക്ഷെ അച്ഛനെ കണ്ടതിൻ്റെ ഒരു സന്തോഷമായിരുന്നു. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ KSU അധികാരം പിടിക്കണേ? 35 വർഷത്തിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് വന്നു. നമ്മുടെ 35 ശേഷം നമ്മൾ ആദ്യമായിട്ട് വരണം. നമ്മുടെ അസിൽ ചേട്ടൻ അവരുടെയൊക്കെ ഒരു ഇതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് വന്നു. ആദ്യമായിട്ട് തന്നെ നമ്മൾ ഫുൾ പാനലും എടുത്തു. യഥാർത്ഥത്തിൽ ഈ ഒരു വിജയത്തേക്കാൾ ഉപരി ഇന്നലെ കണ്ട ആ ഒരു നിമിഷമാണ്, അച്ഛനും മോളും തമ്മിലുള്ള ആ ഒരു മൊമെൻ്റാണ് നമ്മളെയും ഇവിടെ എത്തിച്ചത്. ആ ഒരു അതിനുശേഷം നിങ്ങൾ സംസാരിച്ചിരുന്നു അച്ഛനും മോളും കൂടി? ഞങ്ങൾ സംസാരിച്ചിരുന്നു. അച്ഛൻ ഇന്നലെ സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ സന്തോഷം. അച്ഛൻ എന്നോട് ഓൾറെഡി ജയിക്കുമെന്ന് അച്ഛൻ എന്നോട്, എനിക്ക് എല്ലാവരും എൻ്റെ വീട്ടിലെല്ലാവരും എന്നോട് ഉറപ്പ് തന്നിട്ടുണ്ട് നീ ജയിക്കും എന്ന്. ഇനിയിപ്പോൾ രാഷ്ട്രീയ വഴിയിലേക്ക് പോകാനാണോ തീരുമാനം? അങ്ങനെയൊന്നുമില്ല, രാഷ്ട്രീയം എൻ്റെ ഭാവിയുടെ ഒരു ചെറിയ ഭാഗം മാത്രം, അത്രേ ഉള്ളൂ. അല്ലാതെ അച്ഛനിപ്പോൾ ജോലിക്ക് പോയിക്കാണല്ലേ? ജോലിക്ക് പോയി. അച്ഛനും കൂടി ഉണ്ടാവുമെന്ന് ഓർത്താണ് നമ്മളിവിടെ എത്തിയത്. അച്ഛൻ ബസ്സിലാണ്, രാവിലെയോടുകൂടി തന്നെ ജോലിക്ക് പോയി. നമുക്ക് അച്ഛനെ കൂടി ഒന്ന് കാണാൻ ശ്രമിക്കാം. ഇന്നലത്തെ ആ ഒരു നിമിഷമാണ് നമ്മളിവിടെ എത്തിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു? സന്തോഷം, വളരെ സന്തോഷമുണ്ട്. ഇവിടെ വരുമ്പോഴാണ് അവിടെ നിന്ന് ഒരു ജാതിങ്ങിന് വരുന്നത് കണ്ടത്. അപ്പം ഇങ്ങനെ ലൈറ്റ് അടിച്ച് ഹോൺ അടിച്ചപ്പോൾ മോള് അപ്പയെന്നും പറഞ്ഞ് വന്നു പിള്ളേരൊക്കെ ഇത് ചെയ്തു. ആ ഒരു നിമിഷം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതല്ലേ? ഇല്ല, ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമ്മൾ ജയിക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? പ്രതീക്ഷ ഉണ്ടായിരുന്നു, ജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയായിരുന്നു. എന്തായാലും ജോലി നടക്കട്ടെ, ജോലി തിരക്ക് ശ്രദ്ധയോടുകൂടി വണ്ടി ഓടിച്ചങ്ങ് പോട്ടെ. കേരളത്തിലെ 55ഓളം പോളിടെക്നിക് കലാലയങ്ങളിൽ 46 കോളേജുകളിൽ വിജയമുറപ്പിച്ചത് SFI ആണ്. പക്ഷേ വൈഗയുടെ ഈ വിജയത്തിലെ ആഹ്ലാദ പ്രകടന നിമിഷത്തിലെ അച്ഛനുമൊത്തുള്ള കണ്ടുമുട്ടലാണ് നമ്മളെ ഇവിടെ എത്തിച്ചത്. എന്തായാലും വിജയിച്ച എല്ലാ സംഘടനകൾക്കും അഭിനന്ദനങ്ങൾ. ജോയി CR-നൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.